ബുദ്ധിമുട്ടുണ്ട്. ഇത് പൊതുപ്രവർത്തനമൊന്നും അല്ലല്ലോ, കുടുംബത്തിലെ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതല്ലേ. ഓ, കുടുംബം ചാമ്പ്രാണിക്കൊടിയാണല്ലോ ഇപ്പോഴത്തെ കുടുംബം. അതെ, അതെന്റെ കുടുംബമല്ലേ. നിനക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയത് ഞാനാണ്. ആഹാ, കണക്ക് പുസ്തകം തുറന്നല്ലോ. കണക്ക് പുസ്തകമെങ്കിൽ കണക്ക് പുസ്തകം. ചെയ്ത കാര്യങ്ങൾ പറയുന്നത് കണക്ക് പറച്ചിലാണെങ്കിൽ അതങ്ങനെ തന്നെ കൂട്ടിക്കോളൂ. ഞാൻ പറയുന്നതാണ് നീ അനുസരിക്കേണ്ടത്. എങ്ങോ വഴിവഴിച്ചു പോയ ഒരു പെണ്ണു വേണ്ടി നീ ഇങ്ങനെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നോ വഴിപിഴച്ചു പോയ പെണ്ണോ? നല്ല പ്രയോഗം. അപ്പൊ പിന്നെ ഞാൻ ആരാ ഡാഡി? ഞാനും വഴിപിഴച്ചു പോയവള് തന്നെയല്ലേ. അപ്പൊ പിന്നെ എന്നേക്കാൾ ചെറിയ പ്രായത്തില് വഴി തെറ്റിപ്പോയൊരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നീ പോയ പിറകെ നിന്റെ കെട്ടിയോനെ ഒരു ഫയലും എടുത്തോണ്ട് പാത്തും പതുങ്ങി പോണുണ്ടല്ലോ. ഫയലും കൊണ്ടുപോയെന്നോ? എങ്ങോട്ട്? കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. നിരഞ്ജൻ എങ്ങോട്ടാ പോയതെന്ന് ഇവൾക്ക് പോലും അറിയത്തില്ല. ആ, എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോഴേക്കും മിന്നല് പോലെ അങ്ങ് പോയി. മൊത്തത്തിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. നിരഞ്ജൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിന്നോട് പറയാറില്ലേ? ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പക്ഷെ പറഞ്ഞില്ല. ആ, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും. എന്തായാലും കള്ളത്തരങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല അദ്ദേഹം എന്ന് ഡാഡിക്കറിയാലോ. പിന്നെ സ്വാമിയെ പോലെ. എന്തിനാ സ്വാമിയെ കണക്ക് ചെയ്ത് സംസാരിക്കുന്നത്? അല്ല, കള്ളത്തരം ഒന്ന് പറഞ്ഞതുകൊണ്ടേ പെട്ടെന്നൊരു കള്ളന്റെ പേരങ്ങ് മനസ്സിൽ വന്നു, അത്രേ ഉള്ളൂ.